ഡോക്ടർമാരുടെ മരുന്ന് കുറിപ്പടികൾ വായിക്കാൻ പറ്റുന്നതായിരിക്കണം എന്ന് ഉപഭോക്തൃ കോടതി. മെഡിക്കൽ രേഖകൾ യഥാസമയം രോഗികൾക്ക് ലഭ്യമാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എറണാകുളം പറവൂർ സ്വദേശിയുടെ പരാതിയിലാണ് കോടതിയുടെ ഇടപെടൽ. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിഷ്ണു, ഇങ്ങനെ വായിക്കാൻ കഴിയാത്ത കുറിപ്പടികൾ അത് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആളുകൾക്ക് വായിക്കാൻ കഴിയാത്ത തരത്തിൽ ഇത് എഴുതുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും എല്ലാവരുടെയൊക്കെ ഉള്ളിൽ തോന്നുന്നതാണ്. ഇത് ചിലരുടെ മാത്രം കാര്യമാണ്. വളരെ മനോഹരമായ കയ്യക്ഷരത്തിൽ കുറിപ്പടി എഴുതിയ ആളുകളൊക്കെ പിന്നീട് വാർത്തയിൽ ഇടം പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോടതി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ് വിഷ്ണു? എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി തർക്കപരിഹാര കോടതിയാണ് ഒരു നിർണായകമായ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. പറവൂർ സ്വദേശിയാണ് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടൊരു ഹർജി കോടതിക്ക് മുമ്പാകെ നൽകിയത്. ആ ഹർജി തീർപ്പാക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് തർക്കപരിഹാര കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആരോഗ്യരംഗത്ത് സുതാര്യതയും പ്രതിബദ്ധതയും ഉറപ്പുവരുത്താൻ ഡോക്ടർമാരുടെ കുറിപ്പടിയിൽ ജനറിക് മരുന്നുകൾ വായിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കണമെന്നും ഒപ്പം ഈ രോഗികളുടെ രേഖകൾ അവർക്ക് ആശുപത്രിയിൽ എത്തുന്ന സമയത്തൊക്കെ ലഭ്യമാകാൻ അധിക കാലതാമസം ഉണ്ടാകരുതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഭരണഘടന പ്രദാനം ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ അഭിവാജ്യ ഘടകവുമാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് DB ബിനു അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു നിർണായകമായ ഇടപെടൽ തന്നെയാണ്. പല ആളുകളും ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ വലിയ പ്രതിസന്ധി കുറിപ്പടിയുമായി ബന്ധപ്പെട്ടൊക്കെ നേരിടാറുണ്ട്. പക്ഷേ അതൊന്നും പാടില്ല. അത് ഒരു പക്ഷേ അത് രോഗികളോടുള്ള ഒരു കടുത്ത അവഗണന പോലും അങ്ങനെയായി വേണമെങ്കിൽ കണക്കാക്കുന്ന ഒരു അത്തരം സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്ത് മരുന്നാണ് തനിക്ക് ഡോക്ടർ എഴുതിയത് എന്ന് പലപ്പോഴും ആ കുറിപ്പടി വായിച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന നിലയിലേക്ക് ഇത്തരം ഈ മനസ്സിലാവാത്ത തരത്തിലുള്ള കയ്യക്ഷരങ്ങളിൽ എഴുതുന്ന കുറിപ്പടികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിലൊരു ഉപഭോക്തൃ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, ഒരു നല്ല ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. മെഡിക്കൽ രേഖകൾ യഥാസമയം രോഗികൾക്ക് നൽകണമെന്ന് മാത്രമല്ല, ഇതൊക്കെ ഈ ഡോക്ടർമാരുടെ മരുന്ന് കുറിപ്പടികളൊക്കെ വായിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.